So the relationship between total utility total utility and marginal utility. Total and marginal. Total is the addition of each and every marginal. അങ്ങനെയാണ് നമുക്ക് പഠിച്ചപ്പോൾ ഏകദേശം അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി. ഓക്കെ, the relationship between total utility and marginal utility based on the basic relationship between total and marginal. So that is the basic you can apply it in your life as well. ഇതൊരു ഭയങ്കര തിയറിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് അതിനെ എല്ലാം കാണുവാണെങ്കിൽ എന്താണ് പറയുക, ടോട്ടൽ എന്ന് പറയുന്ന മാർജിനൽ അഡീഷനാണ്. അതിൻ്റെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ആഡിങ് ദി യൂട്ടിലിറ്റി ഫ്രം ഈച്ച് അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ദി കമ്മോഡിറ്റി. ഓക്കെ, വി ഹാവ് ഗോൺ ത്രൂ ദി ടേബിൾ. You found how it is can be obtained. This is the marginal 100. This 2 gives this total. Again the total. So total utility is the addition of the all marginal. Okay, മനസ്സിലായല്ലോ. Then here diagrammatically marginal is the slope of the total. That's very important. നമ്മൾ ട്രിഗ്നോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിനങ്ങ് വെറുത്ത് കളഞ്ഞിട്ടുണ്ട് 10ലൊക്കെ അല്ലേ. ഈ ടാൻ തീറ്റ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്നാണെന്ന് വിചാരിച്ചു. ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്കും അത്ര ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ സാർമാർ അടിക്കുമായിരുന്നു. അതുകൊണ്ട് പേടിയായിരുന്നു. പേടി കാരണം പഠിക്കാനും പറ്റിയില്ല. കുറേയൊക്കെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഈ ടാൻ തീറ്റയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോൾ അതിൻ്റെ വേറെ രീതി പഠിച്ചാലും നമ്മൾ ഭയങ്കര പൈത്തോറസ് പോലെയൊക്കെ ആയിത്തീരുന്നത്. നമുക്ക് അത്രയൊക്കെ സംഭവം സിമ്പിളാണ്, അല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പറയുന്നത് ഡയഗ്രമാറ്റിക്കലി ഇറ്റ് ഈസ് ദ മാർജിൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ടോട്ടൽ. നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞു ടാൻ തീറ്റ ഇസ്ക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, the rate of change in the total is reflected in the marginal. Okay, so then again, hence in the case of utility analysis, marginal utility curve is the slope of the total utility curve. നമ്മൾ കണ്ട ചേഞ്ച് ഇൻ യു ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ യു. ഓക്കെ, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ വായിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി യു കൺസ്യൂംഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് എക്സ്പ്രഷൻ സീസ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു, ഇതെന്താണെന്ന് വിചാരിച്ചു. അത്രയൊന്നുമില്ല. യൂട്ടിലിറ്റി എങ്ങനെ മാറുന്നു? എന്ത് മാറുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി യു കൺസ്യൂമഡ് അനുസരിച്ച് എങ്ങനെ മാറുന്നു? നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് മാറുന്നു? ഹൗ മെനി അവേഴ്സ് യു സ്റ്റഡി ചെയ്തനുസരിച്ച്. ശരിയല്ലേ, നിങ്ങൾക്ക് പറയാം. നമ്മളങ്ങനെ എഫക്റ്റീവായിട്ട് പഠിച്ചു, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് മാറും. മാർക്ക് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണോ? അവർ കൂടുതൽ പഠിക്കുന്നുണ്ട് മാർക്ക് അറിയും? ഇല്ല. ദാറ്റ് വിൽ ഹാവ് ഓൾവേസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലേ. നമ്മൾ മാർക്ക് നമ്മൾ പഠിക്കുന്നതിനിടയ്ക്കുണ്ടല്ലോ മൊബൈൽ കൊണ്ടിരിക്കുക നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചുമ്മാ അതിന് നമ്മൾ പഠിച്ചു നോക്കൂ. ഇതാണ് മാർജിനൽ. സ്ലോപ്പ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ടെൽ യു ഡിവൈഡ് ബൈ ഡെൽ ക്യൂ. ഓക്കെ, അറ്റ് എനി പോയിന്റ് ഓഫ് ദി ടോട്ടൽ യൂട്ടിലിറ്റി കർവ് the total utility will be equal to the marginal utilities of all those units consumed. You already consumed several units. Okay, when you adding the utility obtained from those units, you can get what total utility at that point. Okay, hence there is a strong bondage between total utility curve and marginal utility curve, and this is correct about when you are studying about the utility, the total utility and marginal utility. When you are studying about cost, total cost and marginal cost. When you are studying about product, total product and marginal product. So that is the relationship between total and marginal. It is logically fine, it is mathematically okay, as well as this diagrammatically will be the same for all those concepts. Okay, marginal utility curve here is shown in the lower part of the diagram. അപ്പോൾ നമ്മൾ ഡയഗ്രാം എടുത്തിട്ടാണ് ഇത് നമ്മളതിന് മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഈ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടല്ലോ. ഇതിന് ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ? ഡിറൈവ് ചെയ്തെടുക്കുക. നമ്മൾ അങ്ങോട്ട് എന്താ ഇതിന് ഡിറിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതിന് നമ്മൾ കടഞ്ഞെടുക്കുക നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സ്ലോപ്പിൽ നിന്ന് എടുക്കുന്ന. ഓക്കെ, ദെൻ നമ്മൾ ചില കണ്ടീഷൻസ് പറയാം. ഫസ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫസ്റ്റ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫേസ് ഉണ്ട്. വെൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഈസ് ഇൻക്രീസിങ് അപ്പ് ടു പോയിന്റ് ടി. ഓക്കെ, ലെറ്റ് us bring back the point T. This is the point T. Okay, let me delete that because too much drawing system, you know. ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഡിലീറ്റ് ദേഷ്യം വന്നില്ല. ഓക്കെ, കിട്ടി. ഓക്കെ, ഇടാം. ഓക്കെ, ഇവിടെ നമ്മൾ പോയിന്റ് ടി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പോയിന്റ് ടി എന്ന് പറയുന്നത് വരച്ചിട്ടുണ്ട്. ഒന്നുകൂടെ എടുത്തോട്ടെ. അപ്പോൾ ആ പോയിന്റ് ടിയിലെ പോയിന്റ് ടി വരെ സ്ലോപ്പ് പോസിറ്റീവാണ്. പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിമാൻഡ് കർവ് വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കർവിന് നെഗറ്റീവ് സ്ലോപ്പാണെന്ന് പറഞ്ഞു. സപ്ലൈ കർവിന് പഠിച്ചെന്ന് തോന്നുന്നു കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ഇത് പഠിച്ചു. ഇതാണ് സപ്ലൈ കർവ്. ഈ സപ്ലൈ കർവിന് പോസിറ്റീവ് സ്ലോപ്പാണ്. ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതിനാണ് പോസിറ്റീവ് സ്ലോപ്പ്. ഇത് രണ്ടും മുകളിലോട്ട് പോവുക. കൺസംഷൻ കൂടുന്നതനുസരിച്ച് യൂട്ടിലിറ്റിയും കൂടെ മുകളിലോട്ട് പോകും. എവിടം വരെ മുകളിലോട്ട് പോകുന്നുണ്ട്? ടി വരെ മുകളിൽ പോകും. നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഡയഗ്രത്തെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങ് ഓടിച്ച് സെഗ്മെൻറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വര വെച്ചിട്ട് ടി ഇങ്ങനെ ഏർപ്പെടുത്തിട്ട് ഇങ്ങോട്ടൊരു സെഗ്മെൻറ്റ് ഇങ്ങോട്ടൊരു സെഗ്മെൻറ്റാണ്. ഇവിടെ എന്താ? ഇവിടെ താഴോട്ട് വരിക. സോ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക് ദിസ് ഡയഗ്രാം, യു നോ. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആൻഡ് ദി ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഹാസ് 2 segments, the increasing segment
and the decreasing segment. Okay, so when it is decreasing when the total utility is increasing from 0 to t, okay, then the marginal utility is positive. When the total utility is maximum, when it's maximum, its slope is 0 or marginal utility is 0. Okay, isn't it 0? When the total utility is declining, or when the slope of the total utility curve is negative, marginal utility curve is negative, because we can call the slope of the total utility curve as what? The marginal utility curve itself, or marginal utility. Okay, pretty detailed. So that is the connection between the logical the connection between what we can say the total utility curve and the marginal utility curve, or total utility and marginal utility. അപ്പോൾ ഈ ഡയഗ്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡയഗ്രത്തിന് ഒരു സിമ്മട്രിക്കൽ നമ്മൾ പറയില്ലേ എന്ത് ഡാൻസാണ് ഞാൻ മറന്നുപോയി. ഓക്കെ, അതിന് സിമ്മട്രി ഉണ്ടെന്ന് വിചാരിച്ചാൽ മാത്രം മതി കേട്ടോ. അതിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്, അത് തന്നെ അതിൻ്റെ സ്ലോപ്പ് തന്നെയാണിത്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചല്ലോ. പിന്നെ നമുക്ക് ഈ 3 പോയിന്റ് അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ 3 പോയിന്റ് പറയാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അതാണ് ഓക്കെ. വെൻ ടോട്ടൽ പോയിന്റ് ഈസ് ഇൻക്രീസിങ് അപ് ടു പോയിന്റ് ടി, മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഈസ് ഫാളിങ്. Okay, but the mu is positive. Still it is positive. You can understand whenever as far as the total utility is increasing, marginal utility is positive, because the slope of the total utility is positive. You know that marginal utility is the slope of the total utility curve. Okay, understand? But the marginal utility is positive till the total point utility reaches the maximum at point T. So marginal utility is positive. Okay, that is regarding the first segment. This segment up to point T, up to this segment, marginal utility is positive, or change in U divided by change in Q is greater than 0. Okay, clear? മനസ്സിലായല്ലോ? We are coming to the second point. When the TU reaches maximum, the marginal utility becomes 0. ശരിയല്ലേ? കാരണം എന്താ നമ്മൾ പറഞ്ഞു, its slope is 0. Here you can don't have any slope is 0. ചെരിഞ്ഞ പ്രതലമല്ലത്, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലമാണ്. ഇവിടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അവിടെ തന്നെ കിടക്കും, അങ്ങോട്ടും പോകില്ല. അത് സ്ലോപ്പ് 0. അതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? 0. ടോട്ടൽ യൂട്ടിലിറ്റി സ്ലോപ്പ് 0, മാർജിനൽ യൂട്ടിലിറ്റി 0. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി സെക്കൻഡ് പോയിന്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. 0. ഹെൻസ് mu curve which touches x axis in the diagram. ഓക്കെ, എവിടെയാണ് ഡയഗ്രം ഞാൻ പുറത്തുകൊണ്ടിരാം. ഇതുണ്ടോ ഇവിടെ എക്സ് ആക്സിസ് ടച്ച് ചെയ്യുന്നു, എവിടെ? ഈ പോയിന്റ് വന്നിട്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരിക്കും, പെട്ടെന്ന് ഇതുവരെ കിട്ടുമായിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, when T is maximum, the slope of the TU is 0. That means mu is all becomes 0. So mu is the slope of the TU. Okay, so you got the point. This expression is graphical, what we can say, implication. ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി സെക്കൻഡ് സ്റ്റേജ് ഓർ സെക്കൻഡ് പാർട്ട്. വെൻ ടി യു സെക്കൻഡ് പാർട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഇതാണ് ശരിക്കും സെക്കൻഡ് പാർട്ട്. മറ്റേത് ഒരു പോയിന്റ് മാത്രമല്ലോ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. വെൻ ടി യു കർവ് ഈസ് ഫാളിങ്, വെൻ ഇറ്റ് ഈസ് വാട്ട് വി ക്യാൻ സേ ഫാളിങ്, ദിസ് ഇസ് ഇംഗ്ലീഷ് falling, this is falling part, or it is what we can say negative part of the total utility curve. Then what happens to the marginal utility curve? That is our study. Okay, when TU curve is falling, marginal utility becomes negative. This is because when total utility curve is falling, its slope is 0, and hence it becomes negative slope. Okay, slope is falling nane, slope is falling nane. Okay, or slope is negative, 0 എന്നല്ല, sorry, I'm very sorry, negative ഞാൻ കറക്റ്റ് ചെയ്ത് തരാവേ. കറക്റ്റ് ചെയ്യാം, ഞാൻ എഴുതട്ടെ, കറക്റ്റ് ചെയ്യാൻ പറ്റും. സ്ലോപ്പ് ഈസ് നെഗറ്റീവ് കറക്ഷൻ എത്രാമത്തെ പേജിലാണ്? 7ാമത്തെ പേജിൽ കറക്ഷൻ. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ അല്പം കാഷ്വലായിട്ട് ടൈപ്പ് ചെയ്താലുള്ള ഒരു പ്രശ്നം അത് ഇങ്ങനെ എറർ വരും. അപ്പോഴത്തേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മളോട് ഭയങ്കര ആവശ്യം വരും. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമൊന്നും ഇവിടെ പറഞ്ഞു, എന്താണ് പറഞ്ഞേക്കുന്നത് വിചാരിച്ചു. സോ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്, യുവർ അറ്റൻഷൻ പ്ലീസ്. ഹെൻസ് mu becomes negative. Okay, you got the point. So here the slope is negative, less than 0 means it is negative. Okay, slope of what is negative? Slope of what we can say? Slope of what is? Slope of total utility is negative. Slope of total utility is marginal utility. So marginal utility becomes what we can say negative. This part becomes negative. This part is the what we can say reflection of this part. Okay, okay. Now, so that is all about the three phases, rather three parts regarding the relations between what we can say the total utility curve and the marginal utility curve, as well as the total utility and marginal utility. We finished that part. Coming to the next part,
ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി നമ്മുടെ ജീവിതത്തിൽ തന്നെ അപ്ലൈ ചെയ്യുന്നൊരു പ്രിൻസിപ്പിളാട്ടോ. നമ്മൾ ഒരാളോട് ചങ്ങാത്തം കൂടി കുറേ കഴിയുമ്പോൾ ആ ചങ്ങാത്തം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ പറയുക, വെറുത്ത് പോകുന്നു. അങ്ങനെ ഒന്നും വെറുത്ത് പോകില്ല, 100% ഉറപ്പാണ്. പക്ഷേ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റില്ല. ഓട്ടെ, വേറെ എന്തെങ്കിലും ആട്ടെ. ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ ഇതാണ്. നമ്മളൊരു സാധനം കഴിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ വരാം കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ പട്ടി, അവനെ കൊണ്ട് ഞാൻ തോറ്റു പോരാ. ഓക്കെ, സോറി, നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരുവാണല്ലോ. ഇനി നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നത്, ഞാൻ അതിൻ്റെ ലോജിക്കിലേക്ക് വരിക. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി. നമുക്കൊരു സാധനം കഴിക്കുമ്പോൾ ഓരോ യൂണിറ്റ് കഴിക്കും തോറും അതിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. വെറും ലോജിക്കലായിട്ട് കോമൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യം, അത് കൂടുതലൊന്നും ഇതിൻ്റെ തില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കരുത്, കോൺസെപ്റ്റ് ഡിഫിക്കൽട്ടാണെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ കോൺസെപ്റ്റ് ഇൻ എക്സ്പ്ലെയിൻ ഇറ്റ്. യു ഷുഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ സംടൈംസ് 2 or 3 pages because maybe asked for the essay part. The most important principle of cardinal utility analysis is about the behavior of marginal utility. ബിഹേവിയർ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ മാറും എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഓർമ്മിത്തിരിക്കേണ്ടതും, അതല്ലെങ്കിൽ വളരെ അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 100 80 60 40 0 -20 വരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ അത് മാംഗോ ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താണ് നമ്മുടെ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറയും. ഇത് ജീവിതത്തിൽ മുഴുവൻ അപ്ലിക്കബിളാണ്, ശരിയല്ലേ? അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമാണോ, ആ ലൈഫിൽ ആപ്ലിക്കബിളാണ്. നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുമ്പോൾ, നമുക്ക് ഒരു ടൂർ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൊടൈക്കനാലൊക്കെ ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ സം അതർ പ്ലേസ് നമുക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നത്? നമ്മുടെ പ്ലേസിനേക്കാളും അത്ര നല്ലതൊന്നുമല്ലായിരിക്കും. നമ്മൾ അവർ വരുമ്പോൾ നമ്മളോട് അൺഅൻഷനുള്ള അവരവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളിവിടെ കഴിഞ്ഞ് തന്നെ നമ്മൾ ഈ സ്ഥലത്തെ നമ്മൾ ഒരു അനിഷ്ടം അവിടെ ഉണ്ടാവും. അനിഷ്ടം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇച്ചിരി നല്ല പറയുകയാണെങ്കിൽ നമ്മൾ ബോറടിച്ചു. ഓക്കെ, സോ ദ സെയിം കോൺസെപ്റ്റ് ഈസ് ദർ റിഗാർഡിംഗ് വാട്ട് വി ക്യാൻ സേ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. വാട്ട് ഇറ്റ് സേസ്? As per Marshall, the marginal utility of a commodity declines with additional units of the consumer of that commodity used, okay, or consumed. Or in other words, there is the operation of diminishing marginal utility. So that diminishing marginal utility means the utility you are obtaining from the consumption of a particular commodity decreases with each and every unit consumption. Okay, the law of diminishing marginal utility says the marginal utility of a good diminishes as an individual consumes more and more unit of good. നമ്മൾ പറഞ്ഞതല്ലാതെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം പിന്നെയും വേറെ സെൻസ് കൂടെ പറയും. In other words, as a consumer takes more units of good, the extra utility or satisfaction that he gets from an extra unit of the good, remember, extra units. Okay, so utility എത്രയെങ്കിലും ആയിരിക്കും, പക്ഷെ നമ്മളിവിടെ നോക്കേണ്ട എന്തിൽ നിന്ന്? എക്സ്ട്രാ യൂണിറ്റ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. എവിടെ നിന്നാന്ന് പറയരുത്, എക്സ്ട്രാ യൂണിറ്റ് വൈസാണ്. ഇത് ചിലപ്പം 10 യൂണിറ്റ് ആയിരിക്കും ആദ്യം വിട്ടത് ഒരു യൂണിറ്റിന്, പിന്നെ ഇപ്പോൾ 8 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ യൂണിറ്റിനുള്ള മറക്കരുത്. ദിസ് ഡിക്ലൈൻ ഇൻ ദി മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിഫറെൻറ്റ് ഇൻ ദി സ്ലോവർ ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി. ശരിയല്ല? ഈ ഡയഗ്രം എല്ലാം പറയുന്നുണ്ടല്ലോ. ഇത് ഇങ്ങനെ റോക്കറ്റ് പോകുന്ന പോലെ ഇങ്ങനെയാണോ പോകുന്നത്? അല്ലല്ലോ, ഇതുണ്ടോ? സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്ലോപ്പ് കുറഞ്ഞ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുണ്ടോ? ഇങ്ങനെ ഇവിടെ ഫ്ലാറ്റ് ആവും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്ന നിരക്ക് കുറയുക എന്നാണ് പറയുന്നത്. കൂടുന്ന നിരക്ക് കുറയും. ഓക്കെ, സോ ലെറ്റ് മി കം ബാക്ക് ടു ദി ഏരിയ. Okay, so the additional benefit which a person derives from the given increase in stock of a thing diminishes with every increase in the stock of that he already has. അപ്പോൾ അയാൾ കഴിക്കുന്ന സാധനം അത് നിലവിലുള്ള സ്റ്റോക്കിനോട് ഓരോ യൂണിറ്റ് കൂടും തോറും നമ്മുടെ യൂട്ടിലിറ്റി അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റിയാണ്. മാർഷൽ ഭയങ്കര പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം ഭയങ്കര ടെക്നിക്കലായിട്ട് പറഞ്ഞുള്ളൂ. നമുക്ക് ഡെഫിനിഷൻ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഡെഫിനിഷൻ എൻ്റെ അർത്ഥം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഡെഫിനിഷൻ്റെ ഏറ്റവും വലിയ കോമഡി ഇതാണ്. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ ഇവിടെ ഇല്ലാതെ പറ്റില്ല, അങ്ങനെ കിട്ടുന്നുള്ളൂ കേട്ടോ. മാർഷലായി അദ്ദേഹം ഈ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമാണ്, എക്സ്പൊണൻ്റ് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്ക് ഇവിടെ നിന്ന് ഉപയോഗിച്ചെന്നുള്ളൂ. ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രിസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനിഷൻ കൊണ്ടുള്ളൂ. ഈ പറയുന്നതൊക്കെ ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദിസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദി ടേബിൾ ആൻഡ് ഡയഗ്രാം ഷോൺ ബിലോ. Okay, both the table and the diagram show that the consumer consumes more units of a commodity. His total utility is increasing at a decreasing rate. ഇതൊക്കെ ചുമ്മാ ഒരു പ്രയോഗമാണ്. സോ യുവർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസസ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. 10, 8 ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറവല്ലേ? നമ്മുടെ യൂട്ടിലിറ്റി കൂടുന്തോറും നമ്മൾ കൂടുതൽ കൺസ്യൂം നമുക്ക് യൂട്ടിലിറ്റി 4 ഉണ്ടോ 2. ഓക്കെ, അങ്ങനെ അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓരോ യൂണിറ്റിന് 10, 8 അങ്ങനെ അപ്പം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ഡിക്രീസ് ചെയ്യാന്ന് പറയും. റിഫ്ലക്റ്റിംഗ് ദിസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഡിമിനിഷിംഗ്. അതനുസരിച്ച് എന്ത് ചെയ്യുക? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഔട്ട് ഓഫ് ദി കൺസംപ്ഷൻ ഓഫ് മാംഗോസ്. ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സെയിം ഡയഗ്രം ഇട്ടേക്കുക. കാരണം ചോദ്യം ഒരെണ്ണം തന്നെ പഠിച്ചെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പക്ഷേ ഇതെല്ലായിടത്തും സെയിം ഡയഗ്രം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെയിം ടേബിൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഉണ്ടോ? ഇത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സെയിം സംഭവമല്ലേ?
കണ്ടോ? ഈ ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും -20 ഒക്കെ ഇട്ടിട്ട്. ഇത് ഡയഗ്രം അല്ല, ഞാൻ നെറ്റിൽ നിന്ന് കോപ്പി അടിച്ചെടുത്ത ഡയഗ്രം. എനിക്ക് വരയ്ക്കാൻ അറിയാം കേട്ടോ. ഇങ്ങനെയല്ല, എനിക്ക് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം അറിയാം. ഇല്ലസ്ട്രേറ്റർ അഡോബിയുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്ന, എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ 10 എഫക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അഡോബി നല്ല ഡയഗ്രം ഒക്കെ നമുക്ക് ചുമ്മാ കൂളായിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ ആ സോഫ്റ്റ്വെയർ കിട്ടാൻ വെച്ച് പാടാം. പൈററ്റ് കോപ്പിയൊക്കെ കിട്ടുമായിരിക്കും. ഇതുകൊണ്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ച് ഇത് 20 ആക്കി ഈ സംഭവത്തെ നിങ്ങളിവിടെ എന്താക്കണം? ഇത് 10, 8, 4 അതിന് വരെ നമുക്ക് എന്ത് നോക്കണം? എന്തിൻ്റെ അടങ്ങിട്ട് ഇത് മാർജിൻ യൂട്ടിലിറ്റിയാണ്. 100, 150, 260 കൊണ്ട് 260 അങ്ങനെ താഴോട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരണേ. ഇത് നമ്മളിവിടെ എത്രയാണ്? 260, സോറി 100 ഇങ്ങനെ പറയണേ. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ അതിനെ അടയാളപ്പെടുത്തണം. ഇതാണ് മാർജിൻ യൂട്ടിലിറ്റി. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഇത് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പം ഒന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞ് തെറ്റിച്ചല്ലോ, ഞാൻ നിന്നെ കറക്റ്റ് ചെയ്തേക്കാം. 20 മൈനസ് സമയമായില്ലല്ലോ, 1 ആയതുള്ളൂ. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ കേട്ടോ? ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഇത് 0 -20. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ ഇത് 100 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം അല്ലേ? നമ്പർ ഓഫ് മാംഗോസ് ഇവിടെ 1 അല്ലേ? 80, 60. അപ്പോൾ ഇവിടെ കിട്ടില്ല. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കേണ്ട കാര്യം ഇതാണ്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, അതുകൊണ്ട് ഒന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി, ഇതാണ് മാർജിൻ യൂട്ടിലിറ്റി. ആ മാർജിൻ യൂട്ടിലിറ്റി കർവ് ഇവിടെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഇവിടെ വരയ്ക്കുന്നില്ല, കാരണം നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് ചുമ്മാ ഞാനിങ്ങനെ കിട്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഡയഗ്രം ഇവിടെ റീറ്റേൺ, സോറി ഈ കോളം ഇവിടെ റീറ്റേൺ ചെയ്തേക്കുന്നുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി നീഡഡ്. ദീസ് 2 കോളംസ് ആർ നീഡഡ്. ഫസ്റ്റ് ഇത് 2 ആവശ്യമുണ്ട്. ഇത് ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഞാൻ അവിടെ എടുത്ത് അതുപോലെ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് പിടി കിട്ടിയല്ലോ. ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയാണ്, 0 യൂട്ടിലിറ്റിയാണ്. ഇവിടെ നെഗറ്റീവ് യൂട്ടിലിറ്റി. ഇവിടെ എന്താണ്? യൂട്ടിലിറ്റി പോസിറ്റീവാണ്, ശരിയല്ലേ? യൂട്ടിലിറ്റി പോസിറ്റീവ്. ഇവിടെ എന്താ? 0 യൂട്ടിലിറ്റി. ഇവിടെ എന്താണ്? നെഗറ്റീവ് യൂട്ടിലിറ്റി. ഇതൊക്കെ ചുമ്മാ ഒന്ന് എഴുതി വെച്ചു. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി. പിടി കിട്ടിയല്ലോ, നോ പ്രോബ്ലം ഇൻ ഇറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ലൈൻ. വിച്ച് ലൈൻ? മാർജിൻ യൂട്ടിലിറ്റി കർവ്. ഇറ്റ്സ് എ കർവ്, more than that, it's a curve. So line, the curve AB is your marginal utility curve. When you are consuming what? Mangoes. Okay, it says that there is the operation of diminishing marginal utility as you consume more and more units of commodity. The satisfaction you get from that, from those units declines with each and every additional units of consumption. Okay, now the law of DMU is based on 2 assumptions. First, the total ones of a man is virtually unlimited. മനുഷ്യന് എത്ര കിട്ടിയാലും തികയില്ല. ബട്ട് ഈച്ച് സിംഗിൾ വാണ്ട് ഈസ് സാറ്റബിൾ. നമുക്ക് കിട്ടണം, മാങ്ങ കിട്ടണം, പേരയ്ക്ക് കിട്ടണം, അല്ലെങ്കിൽ എല്ലാം നമുക്ക് വേണം. പക്ഷേ പേരയ്ക്ക് തന്നെ കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. അതത്രയും വേണ്ട. അതാണ് ഈ ഫസ്റ്റ് അസംപ്ഷൻ. ഹെൻസ് ആസ് വൺസ് കൺസ്യൂമർ കൺസ്യൂം മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി, സിംഗിൾ കമ്മോഡിറ്റി, ദി സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇറ്റ് ഡിക്ലൈൻസ്. മനസ്സിലായല്ലോ? അത് നമുക്കറിയാലോ. ഇൻ ദിസ് വേ ദി മാർജിൻ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. സെക്കൻഡ് അസംപ്ഷൻ ദാറ്റ് ഡിഫറെൻറ്റ് ഗുഡ്സ് ആർ നോട്ട് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. നമ്മളിപ്പം വിചാരിക്കുക എന്താണ് ഓറഞ്ച് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതിന് പകരം മാങ്ങ കഴിക്കാമെന്ന് പറഞ്ഞ് തീർന്നില്ലേ? അപ്പം അന്നേരം നമ്മൾ ഓറഞ്ച് കഴിക്കുന്നതിന് പകരമായിട്ട് മാങ്ങ കഴിച്ചാൽ പോരെ? അപ്പോൾ അങ്ങനെ ഒരു പാടില്ല. ഓരോ സംഭവത്തിനും ഓരോ തരത്തിലുള്ള യൂട്ടിലിറ്റി. അതല്ലല്ലോ അങ്ങനെയാണല്ലോ. ഹിയർ വി ക്യാൻ ഗെറ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് വൺ സാറ്റിസ്ഫൈഡ് ഫ്രം ദാറ്റ് വൺ കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ ഒരു കമ്മോഡിറ്റിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ അടുത്ത് കിട്ടിയില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അസംപ്ഷൻ ഇവിടെ ഉണ്ടായേ തീരൂ. ഓക്കെ, ദ കമ്മോഡിറ്റി ക്യാൻ ബി യൂസ് ഫോർ മീറ്റിംഗ് അതർ വാൺസ്. ഒരു മറ്റ് സംഭവങ്ങൾ, മറ്റു വാൺസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് പാടില്ല? ഈ കമ്മോഡിറ്റി ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ആ ഡയഗ്രം കൂടെ ultimately the law of DMU describes the ultimate behavior of nature of the consumer. His interest in one commodity declines with more of its consumption. The law of DMU can be tested from introspection and observation of consumers according to utility theory. നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്നാന്ന് പറഞ്ഞാലോ ഒബ്സർവേഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് യൂട്ടിലിറ്റി മാർജിൻ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുവാണ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. ഒരു ചെറിയ കോൺസെപ്റ്റ് കൂടെ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് തീർക്കാം. Law of diminishing marginal utility and how we can derive a demand curve from law of marginal utility. Law of diminishing marginal utility. Wait a second. Okay, presentation നടക്കുന്നുണ്ടോ നോക്കുക. ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ആൻഡ് ദി ലോ ഓഫ് ഡിമാൻഡ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, എങ്ങനെയാണ് നമുക്ക് ഡിമാൻഡ് കർവ് ചെയ്ത് കിട്ടുന്നത്? ഇത്രയും സംഭവമുള്ളൂ. ഞാൻ ഈ ഡയഗ്രാമത്തിൽ ഇവിടെ കാണിച്ചാലേ. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സാണ്, ക്വാണ്ടിറ്റി. ഇവിടെ സെയിം സംഭവമാണ്, ശരിയല്ലേ? ഇവിടെ മാർജിൻ യൂട്ടിലിറ്റിക്ക് പകരം പ്രൈസ് കൊടുത്തേക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർജിൻ യൂട്ടിലിറ്റി കിട്ടുമോ അതനുസരിച്ച് നിങ്ങൾ പ്രൈസ് കൊടുക്കണം. മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ കൂടുതലായതുകൊണ്ട് 10 രൂപ കൊടുക്കുക. മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ കുറവായതുകൊണ്ട് 6 രൂപ കൊടുക്കുക. മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ കുറവായതുകൊണ്ട് ഇച്ചിരി കുറഞ്ഞുകൊണ്ട് ഇവിടെ 4 രൂപ കൊടുക്കുക. മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ ഇച്ചിരി കുറവായതുകൊണ്ട് ഇവിടെ 2 രൂപ കൊടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് അനുസരിച്ച്. ഒരു സെക്കൻഡ്,
മാർജിൻ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് അനുസരിച്ച് നമ്മൾ പ്രൈസും കുറയ്ക്കുക. ആ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ അവർ പ്രൈസ് വിൽ ബി ഈക്വൽ ടു വാട്ട് വി ക്യാൻ സേ ദ മാർജിൻ യൂട്ടിലിറ്റി യു ആർ ഗെറ്റിംഗ് ഫ്രം ദാറ്റ് കമ്മോഡിറ്റി. ശരിയല്ലേ? നമ്മൾ പ്രൈസ് ഒരു കമ്മോഡിറ്റി വില എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതനുസരിച്ചല്ലേ. അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റിയാലും ഏകദേശം അങ്ങനെയല്ലേ ആ കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ രേഖപ്പെടുത്തി, ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ ഈ മാർജിൻ യൂട്ടിലിറ്റി കാർവ് തന്നെ ഒരു ഡിമാൻഡ് കാർവായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്ന് പറയും. ഒരു സെക്കൻഡ്. സോറി, ഞാൻ ഒന്നുകൂടെ എടുത്തിടാം. ഓഫ് ചെയ്തിട്ട് ഒന്നും എടുത്തിടാവേ. ക്ലോസ് ചെയ്തിട്ട് പോയേക്കല്ലേ. ഡു യു വാണ്ട് ടു സേവ്? നോ. ഒന്നുകൂടെ എടുക്കാം. അന്നേരം ഇത് വന്നു. ഫ്രീഡം മോഡ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാൻ നോക്കാം. പ്രസൻറ്റേഷൻ ഓക്കെ അല്ലേ നോക്കട്ടെ. പ്രസൻറ്റേഷൻ ഇല്ല. അന്നേരം പിന്നെയും വരയ്ക്കാൻ തുടങ്ങി. കണ്ടോ? നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സാരമില്ല, ഇച്ചവിടെ സഹിച്ചാൽ മതി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ദ DMO ഈസ് ദാറ്റ് ഇറ്റ് സപ്പോർട്ട്സ് ദി ലോ ഓഫ് ഡിമാൻഡ്. ഡെമൻഷൻ മാർജിൻ യൂട്ടിലിറ്റി ഏറ്റവും വലുത് ലോ ഓഫ് ഡിമാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ മാർജിൻ യൂട്ടിലിറ്റി എത്രയുണ്ടോ, കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ വില കൊടുക്കും, കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് നമ്മളോട്ട് മാറ്റിക്കട്ടെ. ഓക്കെ, കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് വില കൊടുക്കും. അപ്പോൾ ഈ മാർജിൻ യൂട്ടിലിറ്റി കർവ് തന്നെയാണ് എന്ത്? ഡിമാൻഡ് കർവ്. യു ക്യാൻ ഡിറൈവ് എ ഡിമാൻഡ് കർവ് ഔട്ട് ഓഫ് ദി മാർജിൻ യൂട്ടിലിറ്റി കർവ്. ദാറ്റ് ഈസ് വാട്ട് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഈസ് സെയിങ് ആൻഡ് ദാറ്റ് ഈസ് എ യൂട്ടിലിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ ലോ. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് പറയുന്ന ലോജിക്ക് നമുക്ക് മാർജിൻ യൂട്ടിലിറ്റി കർവിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഈ നെഗറ്റീവ് പോർഷൻ വേണ്ട. ഡിമാൻഡ് കർവിൽ നെഗറ്റീവ് പോർഷൻ ഇല്ല. ആരെങ്കിലും എന്താണ് നെഗറ്റീവ് പ്രൈസ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് നെഗറ്റീവ് പോർഷൻ കാണില്ല. ഈ പോസിറ്റീവ് പോർഷൻ ഇതുപോലെ ഇപ്പുറത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. പിന്നെ ഡെമിഷൻ മാർജിൻ യൂട്ടിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഡിമാൻഡ് കർവും കൂടെ ഡിറൈവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് മോർ സ്കോർ. ഓക്കെ, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. സോ the law of demand says that the consumer is willing to pay less price when he is offered with more units of the commodity. Okay, law of demand പറയുന്നത് എന്താ? പ്രൈസ് കുറയുന്നു, അയാൾ പ്രൈസ് കുറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? കൂടുതൽ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത്. ഡെമിനിഷൻ മാർജിൻ യൂട്ടിലിറ്റി ഇസ് ദ വൺ റീസൺ ഫോർ കൺസ്യൂമർ ടു ഓഫർ ലെസ് പ്രൈസ് വെൻ ഹി ഹാസ് മോർ ഓഫ് ദി കമ്മോഡിറ്റി. ഇപ്പം കൂടുതൽ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുക. അപ്പോൾ അയാൾ എന്താണ് കുറച്ച് പൈസ മാത്രം കൊടുക്കുന്നത്? അതിൻ്റെ കാരണം അയാൾക്ക് മാർജിൻ യൂട്ടിലിറ്റി കുറവാക്കാം കമ്മോഡിറ്റിയിൽ നിന്ന്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? മാർജിൻ യൂട്ടിലിറ്റി കുറവായിട്ടുള്ളൊരു കമ്മോഡിറ്റി. ഓക്കെ, അതിന് പൈസ കുറച്ച് കൊടുക്കാൻ അയാൾ തയ്യാറാവുള്ളൂ. അപ്പോൾ അങ്ങനെ അയാളും അല്ല, ഒത്തിരി ആൾക്കാർ പൈസ കുറച്ച് കൊടുത്താൽ ഇതുകൊണ്ട് അയാൾ കൂടുതൽ മേടിക്കും, അത് വേറൊരു കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് പൈസ കുറച്ച് കൊടുക്കുന്നത്? അതിൻ്റെ കാരണം അതിന് മാർജിൻ യൂട്ടിലിറ്റി കുറവാണ്. ഓക്കെ, diminishing marginal utility is the one reason for the consumer to offer less price when he has more of the commodity. It is because of the diminishing marginal utility that demand slopes downwards. Okay, സോ ഡിമാൻഡ് ഒരു താഴ്ത്തു വരാനുള്ള കാരണം എന്താ? നമ്മളൊരു സാധനം കൂടുതൽ കഴിക്കും തോറും നമുക്കതിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൈസ് കുറച്ച് കൊടുക്കുന്നു. കാരണം കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മളെന്തിനാണ് കൂടുതൽ പ്രൈസ് കൊടുക്കുന്നത്? സോ ലെസ് ഇസ് ദ യൂട്ടിലിറ്റി, യു ആർ റെഡി ടു ഗിവ് ഓൺലി ലോ പ്രൈസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഡിമാൻഡ് കർവ് ഈസ് ഫാളിങ്. സോ ദ ലോജിക് ബിഹൈൻഡ് declining, or what we can say negative demand curve, is the same, or you can get it from a negative marginal utility curve. Okay, in the diagram above, the demand curve can be derived out of the marginal utility curve. Derived എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റും കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഞാനവിടെ കാണിച്ചു കൊടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് അത്ര ഭയങ്കര പ്രധാനപ്പെട്ട ടോപ്പിക്കാണെന്നൊരു ചെറിയ സംശയത്തിൻ്റെ വരില്ല. നമുക്ക് പറയാം at mu1 m1 ആണ് 1 the marginal utility is high, so the consumer will be ready to a high price of P1. M2, okay, the utility declines, the consumer is ready to give only less price. So in that way you can explain the relation between marginal utility curve and demand curve. At last you should suggest that with respect to the negative portion of the marginal utility curve, there cannot be any negative demand curve, because demand curve never have a negative portion. Okay, negative portion means price which is having a negative portion. Okay, so both are negatively sloping. The negative portion of the mu curve is not relevant for the demand curve. Okay, that's all about today's class. നിങ്ങൾക്ക് പിടികിട്ടി കാണുന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചോറിനൊക്കെ ധൃതി ആയിരിക്കില്ല, ധൃതി ആയിരിക്കും ഞാൻ പറയുന്നില്ല, എന്നാലും അടുത്താണല്ലോ 4 ക്ലാസ് തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്ത് 5ാമത്തെ ക്ലാസ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. അതുപോലെ എന്താണ് പറയുന്നത്, അപ്പോൾ ഏകദേശം യൂട്ടിലിറ്റി എന്നുള്ള ടോപ്പിക്ക് തീർന്നു കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, recording stop ചെയ്തോട്ടെ.